അടിയാർത്താമി ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നം ഉണ്ടല്ലോ അതിന് പിന്നിൽ. ഫിസിക്കലി മാത്രമല്ല, ഒരാളുടെ തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ മാനസികം കൂടിയാണ്. നമ്മൾ ഇതുവരെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടില്ല, ആ ഭാഷ നമ്മൾ ഇതുവരെ ഉച്ചരിച്ചിട്ടില്ല, മനുഷ്യരുടെ ഭക്ഷണം നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല, അവരുടെ വേദനയുടെ സങ്കല്പങ്ങളെ മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് എങ്ങനെയാണ്? ഫിസിക്കലി മുടി വളർത്തി അല്ലെങ്കിൽ ട്രിംഡായി അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ഇപ്പോഴും ഈ നിമിഷം വരെ നരിവേട്ടയെക്കുറിച്ച് ആരെന്നോട് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് ആ വിങ്ങൽ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഓടിയെത്താറുണ്ട്. കാരണം നമ്മൾ നരിവേട്ട എന്ന പ്രോജക്റ്റ് നമുക്ക് കിട്ടുന്ന സമയത്തുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് അല്ല നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു സിനിമ റിലീസായ ശേഷം ആ ജനങ്ങൾ അത് ഏറ്റെടുത്ത ശേഷം നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. സോ നരിവേട്ടയിൽ എനിക്ക് കിട്ടിയ ക്യാരക്ടറിനെ കുറിച്ചുള്ള ആ ഒരു ഡെപ്തും അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഓൾറെഡി എനിക്ക് അനുരാഗേട്ടൻ പറഞ്ഞു തന്നിരുന്നു. പിന്നെ ആ ജനങ്ങളുടെ കൂടെ ഇടപഴകുന്ന സമയത്ത് നമുക്കത് കിട്ടിയിരുന്നു. പക്ഷെ എങ്കിലും എനിക്കിന്നും താമിയെ ഓർക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഞാനത് സ്ക്രീനിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബിൽ അതിനെക്കുറിച്ചുള്ള ഇത് കാണുമ്പോഴോ ഏത് നരിവേട്ടയായിട്ട് കണക്ട് ആകുന്ന സമയത്തും എനിക്കൊരു ഇമോഷണലായിട്ട് എനിക്കത് എന്നും ഓർക്കാൻ പറ്റുന്നുള്ളൂ എന്നൊരു കാര്യമാണ്. സോ അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനതിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് നരിവേട്ട എന്ന് പറഞ്ഞ ആ ഒരു ഇത് വരുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലേക്ക് അങ്ങനെയാണ് ആ ഒരു വിങ്ങലായിട്ട് തന്നെയാണ് അത് കയറുന്നത്. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂവിലൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നത്, ചിരിക്കുമ്പോൾ ഭംഗിയുണ്ട്, ഒന്ന് ചിരിച്ചുകൂടെ. പക്ഷെ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. കാരണം നരിവേട്ട എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മകൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി എനിക്ക് ചിരി കട്ടായി പോകുന്നത്. കാരണം അവരെക്കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചിരിയല്ല വരുന്നത്, അവരുടെ വേദനകൾ ഇന്നും എൻ്റെ മനസ്സിൽ തന്നെ കിടക്കുന്നു. ഇന്നും ഞാനത് ബ്രോയുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഞാനത് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലൊരു വിങ്ങലായിട്ട് തന്നെ കിടക്കുന്ന ഒരു ക്യാരക്ടറാണ് താമി എന്ന് പറയുന്നത്. അവർക്ക് കൃത്യമായിട്ട് രേഖകളില്ല, അവരിവിടെ ജീവിച്ചിരുന്നോ മരിച്ചിരുന്നോ എന്നുള്ള രേഖകളില്ല, അല്ലെങ്കിൽ അവരനുഭവിച്ച വേദനകൾ എവിടെയും ഡോക്യുമെന്റ് ചെയ്യുകയോ അതിനുള്ള ശിക്ഷകളൊന്നും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ആളുകൾ അതിന് കാരണക്കാരായവർ ശിക്ഷിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട അവസരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടേണ്ടിയിരുന്ന ഒരുപാട് പണമൊന്നും അവരിലേക്ക് എത്തിയിട്ടില്ല. എന്താലോചിക്കുമ്പോഴും വല്ലാത്തൊരു പിടിച്ചു കുലുക്കുന്ന വേദന തോന്നാറ്. എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് അവർക്ക് ഇങ്ങനെ ആയിട്ട് കിട്ടുന്നതില്ല, അല്ലെങ്കിൽ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് ആലോചിക്കുന്നതിനേക്കാളും എനിക്ക് ആ മനുഷ്യരെ ഓർക്കുമ്പോൾ തന്നെ വേദനയാണ്. കാരണം അതായത് ഒരു കളങ്കമില്ലാത്ത ചിരിയാണ് അവരുടെ മുഖത്ത്. നമ്മൾ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ സമയത്ത് അവർ നമ്മുടെ മുഖത്ത് നമുക്ക് ശരിക്കും നോക്കാറില്ല, അവർ താഴെ നോക്കിയിട്ടാണ് സംസാരിക്കുക. അതിൽ നിന്ന് തന്നെയാണ് നമ്മുടെ വേദന തുടങ്ങുന്നത്. എന്തുകൊണ്ട് അവർ താഴെ നോക്കി സംസാരിക്കുന്നു? കാരണം അവർ കുറച്ചും കൂടെ നമ്മുടെ അടുത്ത് കംഫർട്ടബിൾ ആകുന്ന സമയത്തേ നമ്മുടെ കണ്ണിലേക്ക് അവർ നോക്കി സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അവർ മനസ്സ് തുറന്ന് സംസാരിക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോഴും ഒരു ബാക്ക് അടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ പുറകിലേക്ക് മാറി നിന്ന് സംസാരിക്കാൻ അങ്ങനെ ഉള്ള ഒരു മൂഡിലാണ് അവർ ഇപ്പോഴും ഇൻട്രാക്ട് ചെയ്യുന്നത് മനുഷ്യരായിട്ട്. അത് ഞാൻ അവിടെ ചെന്ന് അവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ന് സിനിമ കഴിഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ആ ഒരു പോയിന്റ് വരെ അവർ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. സോ അത് തന്നെയാണ് അവരുടെ മെയിൻ വേദന എന്ന് പറയുന്നത്. എനിക്കത് എന്ന് ആലോചിക്കുന്ന സമയത്തും ഇനി ഇതൊക്കെ മാറണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. സോ നമ്മൾ പല രീതികളിലായിട്ടും പല മീഡിയങ്ങളിലായിട്ടും നമ്മളത് പറയുന്നുണ്ട്. എങ്കിലും അവരുടെ ആ ഒരു വേദന എന്ന് പറയുന്നത് ഈ രീതിയിൽ തന്നെയാണ്. എനിക്ക് ആ തുടക്കം മുതലേ, അതായത് ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ താമിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് ഫസ്റ്റ് ഷോട്ട് വെച്ച സമയത്ത് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു ഏത് ഒരു പോയിന്റിലാണ് നിങ്ങൾക്ക് വേദനയായിട്ട് തോന്നുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം ക്ലൈമാക്സിലാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടെ, അല്ലെങ്കിൽ ക്ലൈമാക്സിലാണ്. അല്ല, എനിക്ക് ഫസ്റ്റ് ഷോട്ട് ആ പോലീസ് സ്റ്റേഷൻ്റെ സീൻ വെച്ച സമയത്ത് തന്നെ അവിടെ നിന്ന് തുടങ്ങിയ വേദനയാണ്. പിന്നെ ആ വേദന തന്നെയാണ് ആ വേദനയുടെ വെയിറ്റ് ആ ഒരു രീതി പോലും മാറാതെ അല്ലെങ്കിൽ ഒരളവ് പോലും കുറയാതെ തന്നെയാണ് ക്ലൈമാക്സ് വരെയും അത് എത്തി നിന്നതും ഇന്നും ഞാനത് ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വേദനയാണ് ആ മനുഷ്യരുടെ അടുത്ത് നിന്ന് ഇപ്പോഴും ഞാൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമയിലെ ഫസ്റ്റ് ഷോട്ട് തന്നെയാണോ ആദ്യം ഷൂട്ട് ചെയ്യുന്ന ഷോട്ടും? ഫസ്റ്റ് ഷോട്ടാണ് പോലീസ് സ്റ്റേഷൻ ഷോട്ട്. ആ ഷോട്ട് തന്നെയാണ് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നത്? അതെ. ഫസ്റ്റ് ഷോട്ട് അത് അനുരാഗേട്ടൻ്റെ ഒരു രീതിയായിരുന്നു. ഈ ക്യാരക്ടർ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങി പോവാം, ക്യാരക്ടറിലേക്കുള്ള ഒരു മൂഡ് പിടിച്ച് നമുക്ക് പോവാന്ന് വിചാരിച്ച് നമ്മൾ ഫസ്റ്റ് ഷോട്ട് ചെയ്ത് തന്നെ താമിയുടെ ആ വെറ്റില്ലാത്തോട്ടവും അടക്കിയെടുക്കുന്ന സീനും പിന്നെ അതിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതും അതിനുശേഷം നമ്മൾ ഷഫിൾ ചെയ്ത് ഷൂട്ട് ചെയ്തു. പിന്നെ സ്റ്റാർട്ടിങ് കിട്ടിയത് അവിടെ നിന്ന് തന്നെയാണ്. സോ എനിക്ക് ആ ഇമോഷൻ അവിടെ നിന്ന് തന്നെ ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളൊരു കാര്യമാണ്. ഏകദേശം 3 മാസത്തോളം അവരായിട്ട് ഇടപഴകിയതിന്റെ ഒരു പ്രതിഫലനമാണ് പ്രകടനത്തിൽ വന്നതെന്ന് ചില സാധനങ്ങളൊക്കെ വായിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ തയ്യാറെടുപ്പിന് വേണ്ടി 3 മാസം നീക്കി വെക്കാനൊക്കെ അനുരാഗ് സമ്മതിച്ചു. ആ പ്രോസസ് എങ്ങനെ എത്തിപ്പെട്ടെ? അനുരാഗ് ആക്ച്വലി നമ്മുടെ അടുത്ത് പറയുന്ന സമയത്ത് പുള്ളിക്കാരന് ഫസ്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർ ഒറിജിനലായിട്ടുള്ള അവിടുത്തെ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ്. സോ എന്നെ അതിൻ്റെ അകത്ത് കൊണ്ട് നിർത്തുന്ന സമയത്ത് നീ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നരുത്, അല്ലെങ്കിൽ നമ്മുടെ ക്രൂവിന് തോന്നരുത്, ഓഡിയൻസിന് തോന്നരുത് എന്നൊരു പോയിന്റ് ഫസ്റ്റ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് ഞാൻ എത്തിപ്പെടാനുള്ളൊരു തയ്യാറെടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡി ലാംഗ്വേജുകളും
പിന്നെ അവരുടെ രീതി, അവർ സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ അവർ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ കുറച്ച് ഒബ്സർവ് ചെയ്യേണ്ടി വന്നിരുന്നു. ബട്ട് എനിക്ക് ഇമോഷണലി എനിക്ക് ഇവരുമായിട്ട് അതായത് കുറച്ച് താഴെ നിന്നുള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഒരുപാട് ഇടപഴകിയിട്ടുള്ള ഒരാളായത് കാരണം എനിക്ക് അവരുടെ ഇമോഷൻ ക്യാരി ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. അവരുടെ മനസ്സിലെന്താണെന്നുള്ളത് എനിക്ക് അവർ സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ നോക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതായത് മരം കയറുന്ന പോലെയുള്ള അല്ലെങ്കിൽ മുറുക്കാൻ ചവയ്ക്കുന്ന പോലെയുള്ള അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തു എന്നുള്ളൊരു കാര്യമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ചെന്ന് ആ ഒരു റിഹേഴ്സലും പരിപാടികളൊക്കെ ആയിട്ട് ചെയ്തത് ഈ മരം കയറുന്ന പരിപാടി, അതിനുള്ള കുറച്ച് പരിപാടി, പിന്നെ ഈ ഡോഗോ ആയിട്ടുള്ള കുറച്ച് ട്രെയിനിങ് സെഷൻസും അതൊക്കെ കുറച്ചുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഒരു മുമ്പേ നമ്മൾ പോയി അവരുടെ കൂടെ തന്നെ, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി വയനാട്ടിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്തു. എനിക്ക് അവരുടെ ഗ്രാമങ്ങളിലേക്ക്, ഊരുകളിലൊക്കെ പോയി അവരുടെ ഒരു രീതിയും അവരുടെ കൾട്ടിവേഷൻസ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കി, അങ്ങനെയുള്ള കുറച്ച് പരിപാടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ അവിടെ പോയത്. പിന്നെ ലാംഗ്വേജ് ആയാലും അവർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ പണിയർ ഭാഷയാണ്. സോ അതിനുള്ള കുറച്ച് അതായത് നമുക്ക് എഴുത്തില്ലല്ലോ, അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അവർ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. സോ സ്ക്രിപ്റ്റ് ഇല്ല, അതെ, അവർക്ക് എഴുത്തായിട്ട് ലിപിയായിട്ടില്ല. സോ അതിന്റെ ഒരു സ്ഫുടത എങ്ങനെ വരും, അല്ലെങ്കിൽ ആ വാക്ക് നമ്മൾ ചെറുതായിട്ട് മാറ്റിപ്പോയാൽ അതിന്റെ അർത്ഥം മാറിപ്പോകും. സോ അതിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുമ്പേ പോയിരുന്നു. അത് നല്ലപോലെ വർക്ക്ഔട്ട് ആയിരുന്നു. ഫൈറ്റ് സീക്വൻസുകളിൽ ഒക്കെ ഗംഭീരമായിരുന്നു, അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഈ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ അവിടുത്തെ ആളുകൾ ഡോഗുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വിധം, അപ്പൊ ആ ഡോഗിന് ഒരു തുടലില്ല, അവരെ പോലത്തെ ഒരാളായിട്ട് തന്നെ ആ ഡോഗിനെ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പൊ അതുമായിട്ട് ഇടപഴകുമ്പോ ഒരു ഈസിനെസ് വരണല്ലോ, അതിലേക്ക് എങ്ങനെ എത്തി? അതുപോലെ ഈ മുറുക്കാൻ ചവയ്ക്കുന്നതിലേക്ക്, ഇപ്പൊ നമ്മൾ പലപ്പോഴും ചില കല്യാണങ്ങളിലേക്ക് സദ്യ കഴിഞ്ഞിട്ട് ചിലപ്പോ ഒരു മുറുക്കാൻ എടുത്ത് ചവച്ചിരിക്കും. നമ്മളെപ്പോഴും അങ്ങനെ മുറുക്കാൻ ചവയ്ക്കുന്ന ആളുകളായിരിക്കില്ല, സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ. പക്ഷെ ഇതിനകത്ത് അത് എടുത്തിടുന്നത് എത്രയോ കാലമായിട്ട് അയാൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അയാളുടെ ചെറുപ്പം മുതലേ ആ മുറുക്കുന്ന ശീലം അയാൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസിനെസ് ഉണ്ട് ഇതിനകത്ത്, ഒരു റിസ്ട്രെയിൻഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതായത് ഇതൊക്കെ എത്രയോ കാലമായിട്ടുള്ള ഇതൊക്കെയും ആ 3 മാസ കാലയളവിൽ പഠിച്ചെടുത്തതാണോ? അതെ, അതായത് അവര് സ്മോക്ക് ചെയ്യാറില്ല. നമ്മൾ ബേസിക്കലി നമുക്കിപ്പോ ഒരു താഴെയുള്ള ആള് അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കുന്ന പോകുന്ന ആള് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാ രീതിയിലുള്ള ഒരു ശീലങ്ങളും നമ്മൾ കണ്ടുവരും. പക്ഷെ ഇവരെ പോലുള്ള ആൾക്കാർക്ക് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു തീരെ അതായത് ഒരു യൂത്ത് ആയിട്ടുള്ള ആളാണെങ്കിലും ഇത്തിരി പ്രായമായ ആളാണെങ്കിലും അവരത് ചെയ്യാറില്ല. കാരണം അവരുടെ സ്റ്റാമിന അത് ബാധിക്കുന്നുണ്ട്. അവർ റെഗുലർലി ചെയ്യുന്ന വർക്കിന്, അതായത് മരം കയറുന്ന പോലെയുള്ള വർക്കും കാടിനകത്ത് വേട്ടയ്ക്കൊക്കെ പോകുന്ന സമയത്തായാലും എപ്പോഴെങ്കിലൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ഈ അതായത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള എലമെന്റ്സ് തന്നെയാണ് അവർ ഡെയിലി ചെയ്തു വരുന്നത്. ഇപ്പൊ കൾട്ടിവേഷൻ ആണെങ്കിലും ഭയങ്കര ഹാർഡ് വർക്ക് ആണ്. സോ അങ്ങനെയുള്ള പരിപാടി അവർ ചെയ്യുന്ന സമയത്ത് അവർ സ്മോക്ക് ചെയ്യാറില്ല. ഇതേപോലെ തന്നെ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് ഒരു മീനവനായിട്ട് ഞാൻ തമിഴിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, മീൻപിടുത്തക്കാരായിട്ട്. അവരും സ്മോക്ക് ചെയ്യാറില്ല. കാരണം അവർക്ക് കൂടുതൽ സ്വിം ചെയ്യേണ്ട പ്രോസസ്സ് ആവശ്യം വരുന്ന കാരണം അവർക്ക് അതിന്റെ സ്റ്റാമിന ആവശ്യമുണ്ട്. സോ നമ്മൾ എവിടെ പോയാലും ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ 2 വീഡിയോ എടുത്ത് കത്തിക്കും എന്നുള്ള ഒരു രീതിയല്ല. ഇവർക്ക് വേറെ രീതിയാണ്. ഇവർക്ക് മുറുക്കാനാണ് അവരുടെ ആ ഒരു പാക്കറ്റും അതിനകത്ത് വെച്ചേക്കുന്ന അടക്കിയും അത് പൊളിച്ച് കഴിക്കുക. അതൊരു ശാസ്ത്രീയത ഉണ്ട് മുറുക്കാൻ കഴിക്കാത്തതിൽ പോലും. അതെ, അവരുടെ ഒരു ഡെയിലി റൊട്ടീനും അവർ ചിലപ്പോൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നോട്ടമൊന്നുമില്ല, ഓൾറെഡി അറിയാം. അതായത് അവരെയാണ് നോക്കുന്നത്, ഈ മുറുക്കാനിലേക്ക് നോട്ടമില്ല. പലപ്പോഴും ഇങ്ങനെ എടുത്ത് അങ്ങനെ നമ്മളിപ്പോ റെഗുലർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഓൾറെഡി ഇത് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ആ അടക്ക പൊട്ടിക്കുന്നുണ്ടാവും, ചിലപ്പോൾ വെറ്റിലേക്ക് ഒന്ന് റെഡിയാക്കുന്നുണ്ടാവും. അത് അവരുടെ ഡെയിലി റൊട്ടീനായി മാറിയിരിക്കുകയാണ്. സോ നമ്മൾ ഫസ്റ്റ് ടൈം പോയി നമുക്ക് ഈ ക്യാരക്ടറുടെ ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത ശേഷം ഇവരുടെ റെഗുലർ പരിപാടി എന്താണെന്ന് ചോദിച്ചപ്പോൾ മുറുക്കാനാണ് അവരുടെ ഒരു റെഗുലർ പരിപാടി. അപ്പോൾ നമ്മളോട് ചോദിച്ചു, നമുക്ക് ഈ മുറുക്കാനും ചുണ്ണാമ്പൊക്കെ അളവ് കൂടിക്കഴിഞ്ഞാൽ വായൊക്കെ പൊള്ളുന്നൊരു രീതിയുണ്ട്. അപ്പോൾ മേക്കപ്പ് ടീമിൽ നമ്മളടുത്ത് പറഞ്ഞു നമുക്ക് ടൂത്ത് ഇനാമൽ പോലെ യൂസ് ചെയ്യാം, പിന്നെ പൗഡർ യൂസ് ചെയ്യാം, അപ്പോൾ നമുക്ക് മുറുക്കാൻ്റെ ഒരു ഇത് കിട്ടും എന്നുള്ളത്. പക്ഷെ എനിക്കിത് ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, ഒരു 3-4 ദിവസം കഴിയുമ്പോൾ എനിക്ക് ഇത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു, ഈ ടൂത്ത് ഇനാമൽ ഇട്ടുന്ന പരിപാടി. പിന്നെ ഞാൻ അവരായിട്ട് അങ്ങ് ചേർന്നു, വെറ്റില മേടിക്കാൻ തുടങ്ങി, മുറുക്കാൻ തുടങ്ങി. പിന്നെ 45-45ാമത്തെ ദിവസമൊക്കെ ആകുന്ന സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും ആ മുറുക്കാനും കിറ്റും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് എത്തിയായിരുന്നു. അത് ഭയങ്കര കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. അവർ നമുക്ക് പറഞ്ഞു തരും ഏത് അളവിൽ ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളത്തില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചവക്കലും പ്രാക്ടീസൊക്കെ അങ്ങനെ തുടങ്ങി ഒരു 10ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആയി. ഏത് സാധനത്തിൻ്റെ കൂടെ എങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ വരും, അല്ലെങ്കിൽ ഈ ഷോർട്ടിന് ഇത് യൂസ് ചെയ്യണോ എന്നുള്ളതൊക്കെ അവിടെ നിന്ന് തന്നെ അവരുടെ കൂടെ തന്നെ പഠിച്ചതാണ്. അത് നമുക്ക് പ്രത്യേകം ഇപ്പോൾ നമ്മുടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ അവരുടെ കൂടെ ചേർന്ന് അവർ പറഞ്ഞു തന്ന രീതികളിൽ അത് ഫോളോ അപ്പ് ചെയ്ത് വന്ന കാരണമാണ് അത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയത്.